അമ്മാളുവിന്റെ പ്രസ് മീറ്റ് നടത്തുന്നത് തടയാൻ വിശ്വനാഥനോട് വെല്ലുവിളിക്കുന്ന നിരഞ്ജന. ഡോക്ടർ ഹിമയെ വിളിക്കാനുള്ള അർച്ചനയുടെ ശ്രമത്തെ കാർത്തിയായനി തടയുന്നു. കുട്ടികൾ ഉണ്ടാകാത്തത് സുധിക്കാണോ നിരഞ്ജനയ്ക്കാണോ എന്ന സംശയം ഫൈസി വിശ്വനാഥനോട് പറയുന്നു. രാജപ്പനെ കാണുന്ന നിരഞ്ജനയോട് അർച്ചനയുടെ വിവാഹം കഴിഞ്ഞതായി രാജപ്പൻ പറയുന്നു. അർച്ചനയുടെ കുഞ്ഞിനെ പിന്തുടരുന്ന റോസിയുടെ ഗുണ്ടകൾ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്നു. ഗുണ്ടകൾ കുഞ്ഞുമായി ഫൈസിയുടെ മുന്നിൽപ്പെടുന്നു. കുഞ്ഞിനെ നഷ്ടപ്പെട്ട അർച്ചന ഭ്രാന്തമായ അവസ്ഥയിലേക്ക് മാറുന്നു. കുഞ്ഞിനെ നിരഞ്ജനയ്ക്ക് കൊടുക്കാൻ സ്നേഹ ഫൈസിയോട് പറയുന്നു. അർച്ചനയെ കൊണ്ടുപോകാൻ ചെവളിയോട് പറയുന്ന കാർത്തിയായനി. പോലീസിൽ പരാതി കൊടുക്കാൻ ഒരുങ്ങുന്ന അർച്ചനയെ കാർത്തിയായനി പിന്തിരിപ്പിക്കുന്നു. കുഞ്ഞിനെ തരാമെന്ന സ്നേഹയുടെ വാക്കുകളെ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിരഞ്ജന. അനാഥ കുഞ്ഞിനെ പെരുമ്പടപ്പ് വീട്ടിൽ കയറ്റില്ലെന്ന് വിശ്വനാഥൻ. ഒരു കുഞ്ഞിനെ കിട്ടിയ കാര്യം സുധിയെ അറിയിക്കുന്ന ഫൈസി. ഫൈസി, ഉടനെ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് വിട്ടുതരാൻ എനിക്ക് കഴിയില്ല. കുഞ്ഞിനെ അന്വേഷിച്ച് SP-യുടെ വീട്ടിലേക്ക് പോകാനിറങ്ങുന്ന അർച്ചനയെ കാർത്തിയായനി പൂട്ടിയിടുന്നു. രാത്രി മഴ തുടരുന്നു. അർച്ചനെ, എഴുന്നേക്ക്. അല്ല, നീ എന്താടി പട്ടിണി കിടന്ന് ചാവാനാണോ തീരുമാനിച്ചിരിക്കുന്നേ? എടി എഴുന്നേക്കാൻ, എഴുന്നേക്ക അങ്ങോട്ട്. ദേ, എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല. നിന്നെ ഞാൻ ചതിച്ചിട്ടുമില്ല. നിന്റെ കൊച്ചിനെ SP-ക്ക് കൊടുത്തത് ഞാനല്ല. ഞാൻ പറയുന്നത് സത്യമാ. അയാളെപ്പോലൊരുത്തനെ വിളിച്ചു വരുത്തി നിന്റെ കൊച്ചിന് വില പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഇടയ്ക്ക് ഇന്ന് കളിച്ചതേ നിന്റെ ചിറ്റപ്പനാ. അയാള് ചെയ്തതിന് പഴി കേട്ടത് ഞാനും. നിന്നെ ചെവളയ്ക്ക് പിടിച്ചു കൊടുക്കണമെങ്കിൽ നിന്റെ പ്രസവം കഴിയുന്നിടം വരെ കാത്തിരിക്കണോ? അവൻ നിന്നെ കൊണ്ടുപോകാൻ എത്ര വട്ടം അവിടെ വന്നത്? കാശിനു വേണ്ടി നിന്നെ ഞാൻ അവന് കൊടുക്കുമെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ കിട്ടുന്ന പണം അന്നും കിട്ടത്തില്ലായിരുന്നോ? വെറുതെ നിന്നെ നോക്കേണ്ട കാര്യം എനിക്കുണ്ടോ? പിന്നെന്തിനാ നിങ്ങൾ എന്നെ മുറിയിൽ അടച്ചിട്ടിരിക്കുന്നത്? പേടിച്ചിട്ട് തന്നെയാ. നീ ആ SP-യുടെ മുന്നേ ചെന്നാ നിന്നെപ്പറ്റി എല്ലാം അറിയാന്ന് അയാൾ നിന്നെ പിന്നെ ബാക്കി വെച്ചേക്കത്തില്ല. നിന്നെ സംരക്ഷിക്കുന്ന ഞാനാന്ന് രായപ്പൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കൊച്ചിനെ നിനക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നീ അത് മനസ്സിലാക്കണം. ഇനിയും വരാൻ പോകുന്ന അപകടം എന്താണെന്ന് അറിയാലോ. ചെവള വരും. അവനെ തടയാനൊന്നും എനിക്ക് കഴിയില്ല. രക്ഷപ്പെടാൻ എന്റെയും നിന്റെയും മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് ചങ്ങനാശ്ശേരിക്ക് പോകാം. അവൻ ചന്ദ്രയുടെ വീട്ടിലും ഇവിടെ വന്ന് തെരഞ്ഞിട്ട് പൊയ്ക്കോളും. ദാ, നീ ഇത് കഴിക്ക്. കഴിക്ക്. നീ പറഞ്ഞതൊക്കെ നിന്റെ സങ്കടം കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ നിന്നോട് ഇത്രയും സ്നേഹം കാണിച്ച എന്നെ നീ സംശയിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അപ്പോ എന്റെ വരവ് നീ പ്രതീക്ഷിച്ചു അല്ലേ? ആ പെണ്ണ് ഉണ്ട്. നീ വേഗം പോകാൻ നോക്ക്. അങ്ങനെ അങ്ങ് പോകാൻ വന്നതല്ലടി റോസി. കാശ് വാങ്ങി നീ പേഴ്സി വെക്കുമ്പോ നീ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിന്നെപ്പോലുള്ളവരല്ലാതെ ഈ ബിസിനസ്സിൽ ആരും ചതിക്കില്ലടി. നീ എന്തൊക്കെയാടി നിന്ന് കുരയ്ക്കുന്നത്? എനിക്ക് ആ കൊച്ചിനെ കിട്ടണം. നീ അതിനെ ആർക്ക് മറിച്ചു വിറ്റാലും കൊച്ചിനെ എനിക്ക് തിരികെ കിട്ടിയേ പറ്റൂ. ഏത് കൊച്ചിന്റെ കാര്യം നീ പറയുന്നത്? ഇനി എന്റെ കൊച്ചൊന്നുമില്ല. കാർത്തിയാനി, ഞങ്ങളടുത്ത് വിളച്ചിലെടുക്കല്ലേ? ഞങ്ങൾക്ക് കൊച്ചിനെ വേണം. അല്ല, കൊച്ചിനെ തട്ടിയെടുത്തതേ നിങ്ങളുടെ ആളുകളല്ലേ? അതെ, പക്ഷെ പിന്നെയാ നീ കളിച്ചത്. വഴിയിൽ നീ പോലീസ് വേഷം കെട്ടിച്ച് വേറെ ടീമിനെ ഇറക്കി.
ആ കൊച്ചിനെ നീ വേറെ ആളുകൾക്ക് കച്ചവടം ഉറപ്പിച്ച കാര്യം ഞാനറിയാതെ പോയി. പ്ലാൻ ചെയ്ത പ്രകാരം അവർ പോലീസാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എന്റെ ആളുകളുടെ കയ്യിൽ നിന്ന് കൊച്ചിനെ കൊണ്ടുപോയി. എന്നെ പറ്റിക്കാന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. അപ്പൊ കൊച്ചിനെ പോലീസ് കൊണ്ടുപോയോ? പോലീസല്ല, നീ കാശ് വാങ്ങിയ ടീം. ഒരു കൊച്ചിനെ വെച്ച് 2 കച്ചവടാ നീ നടത്തിയത്. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങിയിട്ടില്ല. കൊച്ചിനെ കൊണ്ടുപോയെങ്കിൽ അത് പോലീസുകാരായിരിക്കും. അതിന് നീ എന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യവുമില്ല. പോലീസ് എന്ന് തന്നെയാടി ഞാനും കരുതിയത്. അതുകൊണ്ടാ കുറച്ചു ദിവസം ഞാൻ ഒളിവിപ്പോയത്. പക്ഷേ ഇങ്ങനൊരു കേസ് ഒരു സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു കുഞ്ഞിനെ പോലീസിന് കിട്ടിയതായിട്ട് ഒരു വിവരവുമില്ല. പിന്നെ എവിടെ പോയടി ആ കുഞ്ഞ്? തീർന്നില്ലടി, എന്റെ ഒരാളെ അവർ പിടിച്ചതാ. പക്ഷേ അവനെ അവർ കൂടെ കൊണ്ടുപോയില്ല. പോലീസാണെങ്കിൽ അവനെ കൊണ്ടുപോവില്ലേ? നിനക്കിനി ചെയ്യാൻ കഴിയുന്നത് 2 കാര്യമാ. ഒന്നുകിൽ കൊച്ചിനെ എനിക്ക് തിരികെ തരണം, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 4 ലക്ഷം രൂപ തന്നേ പറ്റൂ. ഞങ്ങൾക്കിനി കാത്തിരിക്കാൻ പറ്റില്ല. അതിന് കാത്തു നിൽക്കാൻ ആര് പറഞ്ഞു? നിങ്ങൾ എനിക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊച്ചിനെ തന്നിട്ടുണ്ട്. ഒരു കച്ചവടം നടത്തി മുതലും കൊണ്ട് പോയിട്ട് പിറ്റേന്ന് വന്ന് കാശ് ചോദിക്കുന്നതേ എവിടുത്തെ മര്യാദയാ? നീ ആവശ്യപ്പെട്ടതുപോലെ എല്ലാ ഒത്താശയും ഞാൻ ചെയ്തു തന്നു. ആ പെണ്ണിനെയും കൊണ്ട് രാത്രിയില്ല ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. നീ പറഞ്ഞ വഴിക്ക് കൊച്ചിനെ കൊണ്ടുവരികയും ചെയ്തു. നിന്റെ ആളുകൾ വന്ന് എന്റെ കയ്യിൽ നിന്നാ കൊച്ചിനെ കൊണ്ടുപോയത്. ഞാനൊരു നമ്പർ ഇറക്കിയെന്നല്ലേ നീ പറഞ്ഞത്? എന്താടി അതിൽ സംശയം? നീ എനിക്ക് തന്ന 4 ലക്ഷം രൂപ തിരിച്ചു പിടിക്കാൻ നീ പുതിയൊരു നമ്പർ ഇറക്കിയെന്ന് ഞാൻ പറഞ്ഞാലോ? കൊള്ളാലോടി, നീ തിരിച്ചടിക്കുന്നോ? ആ അതേടി. എടി, പോലീസിന്റെ വേഷം കെട്ടിച്ചിറക്കാൻ എനിക്കാരടിയുള്ളത്? ഞാൻ നിനക്ക് കൊച്ചിനെ തന്നു, നീ അതിന് കാശും തന്നു. അവിടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ഇടപാട്. നീയേ സ്ഥലമിടാൻ നോക്ക്, അല്ലേലേ എന്റെ സ്വഭാവം മാറും. പിന്നെ തന്ന കാശ് ഞാൻ തിരിച്ചു വാങ്ങോടി. നോക്ക്, അല്ലെങ്കിൽ എന്റെ പേര് റോസി എന്നല്ല. ഓ, വാങ്ങാനിങ്ങ വന്നേരെ പൊതിഞ്ഞങ്ങ് കയ്യിലോട്ട് തരാം. പൊടി പൊടി തെന്മല റോസി. ഓ എടാ വാ. എടി ദ്രോഹി, എന്റെ കുഞ്ഞിനെ വെച്ചത് നീ അല്ലടി. നിന്നെ ഒരു എന്നോട് നീ ചതിച്ചല്ലടി. കൊല്ലുന്നെ ഞാൻ. 4 ലക്ഷം രൂപയ്ക്ക് നീ എന്റെ പൊന്നു മോനെ റോസിന് വിറ്റില്ലടി. നീ എന്നെ ചതിച്ചില്ലേ? എന്റെ ദേഹത്ത് തൊടാൻ മാത്രം വളർന്നോടി നീ. ഒരു ചോര കുഞ്ഞിനെ വിറ്റ് കളയാനുള്ള മനസ്സ് നിനക്ക് എങ്ങനെ തോന്നിയടി? എന്നെ നീ ചതിച്ചില്ലേടി? നീ ഒരു മനുഷ്യ സ്ത്രീയാണോടി? നീ പിശാച, പണത്തിനോട് ആർത്തിയുള്ള പിശാച്. നിർത്തടി, ഞാൻ പിശാച് തന്നെ. പണത്തെ കവിഞ്ഞെനിക്കൊന്നുമില്ലടി. ഏതോ ഒരു കാശുകാരന്റെ കൂടെ സുഖിച്ചു നടന്ന് വയർ വീർപ്പിച്ചോളല്ലേടി നീ. വീട്ടുകാർ നിന്നെ പുറം തള്ളിയപ്പോ നിനക്ക് ഞാൻ അഭയം തന്നതേ നിന്നോടുള്ള സ്നേഹം കൊണ്ടാന്ന് നീ കരുതിയോ? അതിന് നീ എന്റെ ആരാടി? അവളുടെ ഒരു പൊന്നുമോൻ. ആരാടി നിന്റെ പൊന്നുമോന്റെ തന്ത? പിഴച്ചുണ്ടായ കുഞ്ഞില് നിനക്ക് എന്ത് അവകാശമാടിയുള്ളത്? അതിന്റെ അവകാശി ഞാനാ. നിന്നെ നോക്കിയതിനെ എനിക്കുള്ള പ്രതിഫലം, എനിക്ക് ചെലവായ തുകയൊക്കെ പിന്നെ ആര് തരുപടി? എന്റെ മോനെ
കരുതിയാണോടി നീ ഗർഭിണിയായത്? പറയടി. എങ്കിൽ നിന്റെ കുഞ്ഞിനെ ഞാൻ വിറ്റത് തെറ്റ് തന്നെയാ. എങ്ങനെങ്കിലും വയറൊഴിഞ്ഞ് രക്ഷപ്പെടാനല്ലേടി നീ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്റെ കുഞ്ഞിനെ ഒന്ന് തിരിച്ചതാ. നിങ്ങൾക്ക് വേണ്ട പണം ഞാൻ തരാം. നീ എവിടുന്ന് തരുമെന്നാടി? ഒരായുസ് കൊണ്ട് അധ്വാനിച്ച് ഞാൻ തരാം. എനിക്കതറിയാമടി. മനസ്സ് വെച്ചാ നീ ഒരാഴ്ചൊന്നും അധ്വാനിക്കണ്ട. ഒരാഴ്ച തികച്ചു വേണ്ട നിനക്ക് ആ കാശുണ്ടാക്ക. വേണ്ടി വന്ന നിന്നെ വെച്ച് അതും ഞാൻ ഉണ്ടാക്കുപടി. നിക്കടി അവിടെ. നീ എങ്ങോട്ട് പോവാ? എനിക്ക് പോണം. എനിക്ക് പോണം. ഇങ്ങോട്ട് കേറി പാടി. നിന്നെ ഞാൻ അനുഗ്രഹിച്ചെന്നെ പറഞ്ഞു വിടാവടി. കേറി അകത്ത്. കേറി പോ. എനിക്ക് പോണം. പോ. ഓ, നിന്നെ ഞാൻ ഒരിടത്തും വിടത്തില്ലടി. പോയി കിടക്കടി അവിടെ. നീ ഇനി ഈ മുറിയിൽ പുറത്തു വന്ന നിന്നെ കൊല്ലും ഞാൻ. നിങ്ങൾ എന്നെ പുറത്തു വിട്ടില്ലെങ്കിൽ ഞാൻ ജീവിതം അവസാനിപ്പിക്കും. ഈ മുറിയിൽ കെട്ടി തൂങ്ങി ഞാൻ മരിക്കും. എന്നെ തുറന്നു വിടുന്നതാ നിനക്ക് നല്ലത്. ചത്ത് കളയൊന്നും പറഞ്ഞ് നീ ആരാടി പേടിപ്പിക്കുന്നേ? നീ അത് ചെയ്താ എനിക്ക് സ്വസ്ഥത കിട്ടുന്ന ഞാൻ കരുതും. നിന്റെ ശവം അഴിച്ചിറക്കി ഡാമിൽ കൊണ്ട് തള്ളും. അതെന്റെ പിള്ളേര് ചെയ്തോളൂ. അനി, ഇതെന്റെ ഫ്രണ്ടാ. മോനെ കൊണ്ടുപോവാണോ സർ? അതിന് സമയമായിട്ടില്ല. ഞങ്ങള് മോനെ ഒന്ന് കാണാൻ വന്നതാ. രണ്ടുപേരെയും കുളിപ്പിച്ച് കിടത്തിയതേ ഉള്ളൂ. വന്നട്ടെ. വാ. ഇരട്ട കുഞ്ഞുങ്ങളെ പോലെ ഞാൻ രണ്ടുപേരെയും കാണുന്നത്. മോനെ, ഒരു സംശയവും വേണ്ട. ഇവന് സാറിന് ഇഷ്ടമായെന്ന് തോന്നുന്നു. അനങ്ങാതിരിക്കുന്നത് കണ്ടില്ലേ? ശരിയാ ഫൈസി. ഇവൻ എന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നേ ഇല്ലല്ലോ. ഭാഗ്യം തുണച്ചാൽ ഇവൻ സുധിയെ അച്ഛനെന്ന് വിളിക്കാൻ പോവില്ലേ? എടാ മോനെ ചിരിയടാ. ആ, അച്ഛനെ കണ്ട സന്തോഷാവും. എന്തോ എനിക്കറിയില്ല ഫൈസി. ഇവനെ ഞാൻ എടുത്തപ്പോ വല്ലാത്തൊരു ഫീലിങ്സ്. ശരീരം കോരിത്തെരിച്ചതുപോലെ. എടാ, നിനക്കെന്നെ അറിയാവോ? ഇവനെ എനിക്ക് താ ഫൈസി. ഇവിടെ വിട്ടിട്ട് പോകാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കുഞ്ഞിനെ കണ്ടപ്പോ സുധിയുടെ പെരുമാറ്റം ഇങ്ങനെ. അപ്പോ നിരഞ്ജനയും കൂടി വന്നിരുന്നെങ്കിലോ? ഫൈസിയുടെ കയ്യിൽ നിന്ന് അവള് കുഞ്ഞിനെ കൊണ്ടുപോയനെ. ആ, അതെനിക്കറിയാവുന്നോണ്ടാ ഇപ്പൊ നിരഞ്ജന ഒന്നും അറിയണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. കുറച്ചു നേരം കൂടെ ഞാൻ കയ്യിൽ വെച്ചോട്ടെ ഫൈസി. അവൻ കയ്യിലിരുന്നാലേ സാറിന്റെ ശരീരമൊക്കെ നനയും. വാ വാ, ഞങ്ങൾ ഇറങ്ങട്ടെ അനി? ചായ കുടിച്ചിട്ട് പോവാം. അതൊക്കെ പിന്നീടാവാം. മോനെ കൊണ്ടുപോകാൻ ഞാൻ വരും കേട്ടോ.
ഒരു വാശിയുടെ പിന്നാലെ ഓടുകയാ നിങ്ങൾ. കൂടെയുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി അവർ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എന്നെ അമ്പരപ്പിക്കുന്നത് നിന്റെ തീരുമാനങ്ങളാ. എവിടെ ചെന്ന് നിൽക്കും നിന്റെ സുധിയുടെ ജീവിതം? അത് ഓർക്കാതിരിക്കാനും മാത്രം ഒരു പൊട്ടിപ്പെണ്ണാണോ നീ? ആ പ്രസ് മീറ്റ് വേണ്ടെന്ന് വെക്കണം. അതല്ലേ അമ്മയ്ക്ക് വേണ്ടത്? പ്രസ് മീറ്റ് ഒന്നും എനിക്കൊരു വിഷയമല്ല. വർമ്മയും കുടുംബം എനിക്ക് ആരുമല്ല. എന്റെ കുടുംബത്തിനെ അത് ബാധിക്കാനും പോകുന്നില്ല. നിന്നെ തടയേണ്ട അത് നടക്കട്ടെ എന്ന് ഞാൻ വിശ്വനോട് പറഞ്ഞു കഴിഞ്ഞു. നീ ഇപ്പോഴും പ്രഗ്നൻസി അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതെങ്ങനെ പരിഹരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതിനിടയ്ക്ക് പുതിയ വെല്ലുവിളിയുമായിട്ട് സുധി. സത്യത്തിൽ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ഞാനിനി ഇവിടെ ഉണ്ടാവില്ല സുധി. ഒരു ട്രാൻസ്ഫർ വാങ്ങി പാലക്കാടിന് പോകാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അച്ഛനും മകനും ഇടയിൽ വീർപ്പ് മുട്ടി ജീവിക്കാൻ എനിക്ക് വയ്യ. അമ്മ ഒരിടത്തും പോകുന്നില്ല. അത് നീയല്ല നിശ്ചയിക്കുന്നത്. ഇനി എന്നെ ശിക്ഷിക്കാൻ ഞാൻ നിന്ന് തരില്ല. അമ്മേ, എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോവാ. ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടും. ജനിച്ചിട്ട് 10-15 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞ്. അതൊരു ദത്തെടുക്കലല്ല. എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കും അമ്മേ. സത്യമാണോ നീ പറയുന്നേ? അതെ അമ്മേ. സുധിയെ ഫൈസി കണ്ടല്ലേ? അതെ, പൈസ എനിക്ക് തന്ന ഉറപ്പാ. കഷ്ടം. ഫൈസയുടെ പ്രലോഭനത്തെ സുധി വീണു. അതൊരു പ്രലോഭനമല്ല. പൈസയ്ക്ക് അതിന് കഴിയും. അത് പറഞ്ഞ് എന്നെ തടഞ്ഞു നിർത്താമെന്ന് ആരും കരുതണ്ട. എടാ, ഒരു കുഞ്ഞിനെ അത്ര എളുപ്പത്തിൽ കൈ കിട്ടുമോ? കൂടുതൽ ഡീറ്റെയിൽസ് അമ്മ എന്നോട് ചോദിക്കരുത്. 2 ദിവസം കഴിയുമ്പോൾ ഈ വീട്ടിലൊരു കുഞ്ഞു വരും. ഓമനത്തുമുള്ളൊരു ആൺകുഞ്ഞ്. സുധിയിലൊരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. ഉണ്ട്. കൈവിട്ട പ്രതീക്ഷ തിരികെ കിട്ടുമ്പോൾ അത് സ്വാഭാവികമല്ലേ? എന്ത് പ്രതീക്ഷ തിരികെ കിട്ടിയെന്നാ സുധി പറയുന്നത്? ഫൈസിയുടെ വാക്കുകൾ വിശ്വസിച്ച് കാത്തിരുന്ന നമ്മൾ വീണ്ടും കുഴപ്പത്തിലാവും. 2 ദിവസത്തെ സമയം മാത്രമാണ് ഫൈസി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നുവെച്ചാ തിങ്കളാഴ്ച നടത്താൻ നിശ്ചയിച്ച പ്രസ് മീറ്റ് നടക്കരുത് അല്ലേ? അതെ. നോ, എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. സുധിക്ക് ഇത്രയും ശുഭപ്രതീക്ഷ ഉണ്ടാവാനുള്ള കാരണം എന്താ? അതെന്നോട് പറ. നിരഞ്ജന കരുതുന്ന പോലെ അല്ല കാര്യങ്ങള്. നമുക്കൊരു കുഞ്ഞിന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഫൈസി. അത് ഇപ്പോഴത്തെ പ്രശ്നം ഒതുക്കി തീർക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. നോക്ക് നിരഞ്ജന, അയാൾ ചതിയനോ സൂത്രശാലിയോ ഒന്നുമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഫൈസിയെപ്പറ്റി ഞാൻ അങ്ങനെ പറയുകയില്ല. പക്ഷേ ഫൈസിയുടെ ലക്ഷ്യം വയ്ക്കുന്നത് പ്രസ് മീറ്റ് മാറ്റിവെക്കാനാ. അമ്മാളുവിന്റെ ജീവൻ അപകടത്തിലാണെന്നുള്ള കാര്യം എന്നേക്കാൾ നന്നായി സുധിക്കറിയാം. അവളുടെ ജീവന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിരഞ്ജനയ്ക്ക് എന്നെ ശിക്ഷിക്കാം. സുധിയെ ശിക്ഷിച്ചതുകൊണ്ട് അവളുടെ ജീവൻ തിരിച്ചു കിട്ടുമോ? പ്രസ് മീറ്റ് നടത്തുന്നതുകൊണ്ട് അവൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്? നിരഞ്ജന അത് പറ. ഒടുവിൽ സുധിയും ചുവട് മാറ്റിയല്ലേ? അങ്ങനെയല്ല നിരഞ്ജന. താൻ പ്രസ് മീറ്റ് നടത്തുന്നതിലൂടെ സമൂഹത്തിന് മുന്നിൽ അമ്മാൾ ഒരു ഇരയായി ചിത്രീകരിക്കപ്പെടുകയാണ്. പിന്നീട് അവൾക്കൊരു ജീവിതം ഉണ്ടാവുമെന്ന് താൻ കരുതുന്നുണ്ടോ? സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നം പോലെ ഒരുപാട് പെൺകുട്ടികളുടെ പേര് ഇപ്പൊ തന്നെ നിൽപ്പുണ്ട്. അവരിൽ ഒരാളാവും അമ്മാളുവും. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് സുധിക്ക് ഇങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദത്തെടുക്കപ്പെട്ട കുട്ടികളെ കൊണ്ട് വീട് നിറയ്ക്കുമെന്ന് അച്ഛനെ വെല്ലുവിളിച്ചിറങ്ങിപ്പോയിട്ട് മാനസാന്തരം വന്ന് തിരിച്ചു വന്നിരിക്കുന്നു. ഇല്ല സുധി, ഫൈസിയുടെ ഈ ട്രാപ്പിൽ ഞാൻ വീഴില്ല. ഇനി എനിക്ക് സുധിയുടെ സപ്പോർട്ട് ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ പിന്നോട്ടില്ല. പറഞ്ഞ ദിവസം അമ്മാളുവിനെ ഞാൻ രംഗത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും.
ഇനി നിങ്ങൾ എന്നെ കാണുമെങ്കിൽ കൂടെ എൻ്റെ കുഞ്ഞുണ്ടാവും. കുഞ്ഞില്ലെങ്കിൽ ആരും എന്നെ കാണില്ല. ഞാൻ കാരണം എൻ്റെ അച്ചുവേച്ചിക്ക് ഇങ്ങനൊരു വിധി വന്നത്. എൻ്റെ നിർബന്ധം കാരണം സുധി സാറിനൊപ്പം അച്ചുവേച്ചി കണ്ണൂരിൽ ടെസ്റ്റ് എഴുതാൻ പോയത്. ആ യാത്ര എൻ്റെ അച്ചുവേച്ചിയുടെ ജീവിതം തകർത്തത്. ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? അമ്പിളി, അമ്പിളി, ഇവനിതെവിടെ പോയി? അമ്പിളി, കുറ്റിയിട്ടേക്കുന്നോ? എടി വാതില് തുറക്ക്. അമ്പിളി, എടി വാതില് തുറക്കടി. അമ്പിളി മോളെ, നീ ഒന്ന് വാതില് തുറക്ക്. നീ എന്താ ചെയ്യുന്നേ? അമ്പിളി, അമ്പിളി, അമ്മേ, മോളെ വാതില് തുറക്കാൻ. അമ്പിളി, എന്താടി അച്ഛൻ വാതില് തുറക്കുന്നില്ല. അമ്പിളി, അവൾ അകത്ത് നിന്ന് കുറ്റിയിട്ടേക്കുവാ. അമ്പിളി, മോളെ, അമ്പിളി, അമ്പിളി, മോളെ വാതിൽ തുറക്ക്. എന്താ അമ്മ, അവള് വാതില് തുറക്കുന്നില്ല. അകത്ത് നിന്ന് അമ്പിളി, കുറ്റിയിട്ടേക്കുവാ. മോളെ വാതിൽ തുറക്ക്. എന്റെ മോള് വല്ല കടുക്കുകയും ചെയ്തോ? വാതിൽ ചവിട്ടി തുറന്നേ. തുറക്കേ. ഓ, അയ്യോ,